നമുക്കൊരു കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയ ചുവന്നുള്ളി, നീളത്തിൽ കീറിയ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ്. അതിന് ശേഷം നമുക്ക് നന്നായിട്ടത് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ മീൻകറിക്ക് അതിലേക്കുള്ള മുളകൊക്കെ നേരിട്ടിടുന്നതിന് പകരമായിട്ട് ഒരു പേസ്റ്റായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് കറിക്കൊരു കൊഴുപ്പ് കിട്ടാനും അതുപോലെ നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ ആ പേസ്റ്റ് കൂടി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ആ വെള്ളം മൊത്തം ഒന്ന് വറ്റി ആ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുളക് മിക്സ് ചെയ്ത അതേ പാത്രത്തിലേക്കാണ് വെള്ളം ചേർത്തെടുത്തേക്കുന്നത്. മുളക് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാകത്തിന് ആവശ്യമുള്ള ഉപ്പ് കൊടുക്കുക. അതിനുശേഷം കുടംപുളി, അതും നമുക്ക് എത്രത്തോളം പുളി വേണോ അതനുസരിച്ചിട്ട് കുടംപുളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ചാറൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ മീൻ കഷ്ണങ്ങൾ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്കൊരു കുറച്ച് കറിവേപ്പില കൂടി അതിന് മേലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടി അതിൻ്റെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ഈ കറി വാങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു കുറച്ച് ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് ഒന്നുകൂടി ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഒക്കെ കൂടും. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കപ്പ വെച്ചതും ഈ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്.